ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പഴയ പ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു വോൾ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറെല്ലാം പോയി ഒരു കാര്യത്തിന് നമുക്ക് ഉപകാരം ഇല്ലാതെ ഇരിക്കുന്ന ഇതുപോലുള്ള പ്ലേറ്റൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ക്രാഫ്റ്റ് വർക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു മജന്ത കളറ് ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. വലിയ പെയിൻറ്റിംഗ് ഒന്നും അറിയണമെന്നൊന്നുമില്ല. എനിക്കും നന്നായിട്ട് പെയിൻറ്റിംഗ് ഒന്നും അറിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെവൽ പെറ്റൽസ് ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ലെവൽ പെറ്റൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ മജന്ത പെയിൻറ്റും അതുപോലെ തന്നെ വൈറ്റും കൂടി സെയിം ബ്രഷിലെടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സെയിം പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ആദ്യം വരച്ച പെറ്റൽസും ജസ്റ്റ് ഒന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും പെറ്റൽസൊക്കെ ഒന്ന് നമുക്കൊന്ന് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുമോ, നല്ല ഭംഗി ഉണ്ടാവുമോ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് പോണ പോലെ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റായിട്ട് ഞാനൊരു ബ്രൗൺ കളറ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗൺ പെയിൻറ്റും ഞാൻ ഏകദേശം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ ലീഫ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്ന പോലെ ഒന്നും ജസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. ഏകദേശം ഒരു ഷേപ്പിലായിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ക്യാൻവാസിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പോൾ ഏകദേശം ഒരു ഷേപ്പൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. കാണാനും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ലീഫ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലീഫ് ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു തേർഡ് ലീഫും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ലീഫിൻ്റെ വെയിൻസൊക്കെ ഒന്ന് എക്സ്പോസ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ.
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷെ കാണാനോ നല്ല ഭംഗിയാണ്. ഇത് വോളിൽ ഒട്ടിച്ച് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.